നമസ്തേ, ട്രെയിലർ ടൈമിലേക്ക് സ്വാഗതം. നിവിൻ പോളി നായകനാകുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ പുറത്തിറങ്ങി. ത്രില്ലർ സ്വഭാവത്തിലുള്ള ചിത്രമായിരിക്കുമെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന. നിവിൻ പോളിയോടൊപ്പം സംഗീത് പ്രതാപ്, ലിജോ മോൾ, അഭിമന്യു തിലകൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. വൻ വിജയമായ ഗരുഡന് ശേഷം അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. പേര് സൂചിപ്പിക്കും പോലെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ബോബി സഞ്ജയ് കൂട്ടുകെട്ടാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്രം നിർമ്മിക്കുന്നത്. മാജിക് ഫ്രെയിംസിന് വേണ്ടി ബോബി സഞ്ജയ് തിരക്കഥയൊരുക്കുന്ന മൂന്നാമത് ചിത്രമാണിത്. ഫയസ് സിദ്ദിഖ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീതമൊരുക്കുന്നത് ക്രിസ്റ്റി ജോബിയാണ്. പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. അല്ല സാറേ, ആരേ ഡബിൾ? പ്രണയവും പകയും സംഘർഷവുമൊക്കെ കോർത്തിണക്കിയ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും ചിത്രം എന്നതാണ് ടീസർ നൽകുന്ന സൂചന. ജയൻ നമ്പ്യാറാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. GR ഇന്ദുഗോപന്റെ പ്രശസ്ത നോവൽ വിലായത്ത് ബുദ്ധയെ ആസ്പദമാക്കിയാണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. GR ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പ്രിയംവദ കൃഷ്ണയാണ് ചിത്രത്തിലെ നായിക. മറയൂരിലെ മലനിരകൾക്കിടയിൽ ലക്ഷണമൊത്ത ചന്ദനമരത്തെ ചൊല്ലി ഗുരുശിഷ്യന്മാർ തമ്മിൽ നടത്തുന്ന യുദ്ധമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഉർവശി തിയേറ്റേഴ്സ്, AVA പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ സന്ദീപ് സേനനും AV അനൂപും ചേർന്നാണ് വിലായത്ത് ബുദ്ധ നിർമ്മിക്കുന്നത്. ഷമി തിലകൻ, അനുമോഹൻ, തമിഴ് നടൻ TJ അരുണാചലം, രാജശ്രീ നായർ എന്നിവരും ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളാവുന്നു. അരവിന്ദ് കശ്യപ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് ആണ്. വർഷങ്ങൾക്ക് ശേഷം മംഗലശ്ശേരി നീലകണ്ഠനും മംഗലശ്ശേരി കാർത്തികേയനും വീണ്ടും എത്തുന്നു. മംഗലശ്ശേരിയിൽ അമ്മ തനിച്ചാണ്. ആ മണ്ണ് തിരിച്ചു കിട്ടണം. ആരുടെ കയ്യിൽ നിന്നായാലും. റീ റിലീസ് ട്രെൻഡിൽ മലയാളത്തിൽ നിന്നും മറ്റൊരു ചിത്രം കൂടി തിയേറ്ററുകളിലെത്തുന്നു. മോഹൻലാൽ ഡബിൾ റോളിൽ തകർത്താടിയ രാവണപ്രഭുവാണ് 4K ദൃശ്യമികവോടെ വീണ്ടും തിയേറ്ററുകളിലെത്തുന്നത്. മലയാളികൾ ഒന്നടങ്കം ആവേശത്തോടെ ഏറ്റെടുത്ത ചിത്രത്തിലെ ഡയലോഗുകളും രംഗങ്ങളും കോർത്തിണക്കിയാണ് പുതിയ ടീസർ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു കാലത്ത് ജാനകിയുടെ ഹീറോ ആയിരുന്ന കാർത്തി. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. 2001 രാവണപ്രഭു റിലീസ് ചെയ്തത്. ദേവാസുരം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായാണ് രഞ്ജിത്ത് രാവണപ്രഭു ഒരുക്കിയത്. വസുന്ധര ദാസ്, രേവതി, ഇന്നസെന്റ്, നെപ്പോളിയൻ, ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, സിദ്ദിഖ് തുടങ്ങി വലിയൊരു താരനിരയാണ് ചിത്രത്തിലുള്ളത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച രാവണപ്രഭു മാറ്റിനി നൗ ആണ് 4K ദൃശ്യമികവോടെ വീണ്ടും തിയേറ്ററുകളിലെത്തിക്കുന്നത്. ട്രെയിലർ ടൈം പൂർണ്ണമാകുന്നു. നമസ്തേ.